ദൈവനാമത്തിന് മഹത്വം. യെശയ്യാപ്രവചനം 53 അധ്യായം 5 വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി മുറിവേറ്റ് തകർക്കപ്പെട്ട ഒരുവനുണ്ട്. ഏതവസ്ഥയിലുമുള്ള മനുഷ്യനുമായി ഏകീഭവിക്കാൻ തക്കവണ്ണമാണ് ദൈവം യേശുക്രിസ്തുവിൻ്റെ പാനപാത്രം നിറച്ചു നൽകിയത്. മുറിവേറ്റ ഹൃദയത്തിൻ്റെ വ്യത എന്തെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് അവിടുന്ന്. 3.5 വർഷം നിരന്തരം കൊണ്ടു നടന്ന ശിഷ്യന്മാരെല്ലാവരും തൻ്റെ തകർന്ന വേളയിൽ ഓടിമറഞ്ഞു. ഒരുവൻ പോലും ആശ്വാസത്തിനില്ലാതെ താൻ വേദനിച്ചില്ലേ. നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി രോഗവും ദുഃഖവും ശീലിച്ചവനായും കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് മുഖം മറച്ചു കളയുവാൻ തക്കവണ്ണം വിരൂപനാക്കപ്പെട്ടവനായി എല്ലാ തരത്തിലും മുറിവേറ്റ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ഒരുവൻ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏകബലവും പ്രത്യാശയും. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളുവാൻ നമ്മോട് ദൈവവചനം പറയുന്നു. എബ്രായലേഖനം 12 അധ്യായം 3 വാക്യം. താൻ സമീപസ്ഥനായി തൊട്ടടുത്തുണ്ട്. തൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക നിയോഗം ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുക എന്നതാണ്. പ്രിയരെ, ഒരു നിമിഷം ചിന്തിച്ചുകൊള്ളുക. ഒന്ന് തിരിഞ്ഞു നോക്കുക. എത്ര കാര്യങ്ങൾ നമുക്ക് ചുറ്റും സ്തുതിക്കുവാനുണ്ട്. കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി, ഉത്സാഹമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, ശ്വസിക്കുവാനുള്ള കഴിവ്, എഴുതുവാനും വായിക്കുവാനുമുള്ള കഴിവ്, ക്ഷമിക്കുവാനുള്ള മനസ്സ്, വിദ്യാഭ്യാസം, ചുറ്റുപാടുകൾ, സർവോപരി ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ലഭിച്ച ഭാഗ്യം, കാലാകാലങ്ങളിൽ ജീവിതത്തിൽ അനുഭവിച്ച തുറന്ന വാതിലുകളും അടച്ച വാതിലുകളും, അങ്ങനെ എന്തെല്ലാം. എണ്ണി പറഞ്ഞ് ഉറക്കെ സ്തുതിക്കുക. ദൈവം കേൾക്കട്ടെ, നിന്റെ ചെവി കേൾക്കട്ടെ, മറ്റുള്ളവർ കേൾക്കട്ടെ, സാത്താനും കേൾക്കട്ടെ. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിഞ്ഞവനെ ധ്യാനിക്കുന്നതും സ്തുതിക്കുന്നതും ജീവിതത്തിൽ പുതിയ ഉണർവും സന്തോഷവും നൽകുന്നു. ഇത് അനുഭവിച്ച് അറിഞ്ഞ ബലം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.